നമസ്കാരം, ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓണസദ്യക്ക് ഏതായാലും ഒരു എരിശ്ശേരി നിർബന്ധമാണ്. ഏത് എരിശ്ശേരി വെക്കുമെന്ന കൺഫ്യൂഷനിൽ ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണൂ. വ്യത്യസ്തങ്ങളായ 5 എരിശ്ശേരികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് വളരെ സിമ്പിളായ കപ്ലങ്ങ വൻപയർ എരിശ്ശേരിയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കപ്ലങ്ങ, തൊലിയൊക്കെ ചെത്തി വെച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് പകുതി ഞാൻ വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് വൻപയർ 10 മണിക്കൂർ കുതിർത്തതാണത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഒരു വലിയ മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്, 4 പച്ചമുളക് കീറിയത്, 7 ചുവന്നുള്ളി, ഇതിൽ 5 എണ്ണം താളിക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു, 2 എണ്ണം അരയ്ക്കാനുള്ളത്, 4 വെളുത്തുള്ളി അല്ലി, 2 എണ്ണം അരയ്ക്കാനും 2 എണ്ണം ഇട്ട് വേവിക്കാനുള്ളത്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം, വെളിച്ചെണ്ണ, വെള്ളം. Cook with Sophie, sharing 40 years experience. കപ്ലങ്ങ ഞാൻ തൊലി ചെത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് അധികം മൂത്ത് പോയതല്ല, തീരെ പൊട്ടുമല്ല, അങ്ങനത്തെ വിധത്തിലുള്ള കപ്ലങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത്. നമുക്ക് ഇവിടുത്തെ ഈ പാർട്സ് ഇത് എടുത്ത് കളയണം. ഇത് അല്പം കട്ടിയുള്ളതാണ് ഇവിടെ. ഇനി ഇതിന്റെ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ വെളുത്ത പാടയുണ്ട്, അത് എടുത്ത് കളയണം. കുരുവും ആ കൂടെ എടുത്ത് കളയണം. അത് സ്പൂൺ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ചിരണ്ടി എടുക്കാം. ഇങ്ങനെ എടുത്ത് ആ പാട മുഴുവൻ എടുത്ത് കളയണം. ഇത് ഇങ്ങനെ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റിയല്ലെങ്കിൽ അവിടെ കൊണ്ട് മുറിച്ചിട്ട് ഇതുപോലെ ചിരണ്ടി എടുത്ത് കളയണം. നല്ല ക്ലീൻ ആക്കി എടുക്കണം. നമുക്കിതൊന്ന് ചെറുതാക്കി ഇടാം. ഒത്തിരി ചെറുതാക്കണ്ട, തീരെ പൊടിയായി അരിയണ്ട, ഒരല്പം കനത്തിൽ അരിഞ്ഞു വെക്കാം. ഇത് നല്ലവണ്ണം വെന്തുടഞ്ഞോളും. ഇതുപോലെയുള്ള ഈ കനത്തിൽ അരിഞ്ഞു വെക്കാം. ഇത് മുഴുവൻ നമുക്ക് അതുപോലെ അരിയാം. ഇനി നമുക്കിതെല്ലാം കൂടെ വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. കപ്ലങ്ങ, വൻപയർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. കുക്കറിൽ ഇടുമ്പോഴത്തേക്ക് ഉപ്പിട്ട് വേവിക്കാം, അല്ലെങ്കിൽ കപ്ലങ്ങ ഉപ്പിട്ടാൽ ഇച്ചിരി താമസം കൊണ്ട് വേകാനെന്നാണ് പറയുന്നത് അടുപ്പ വെച്ച് വേവിക്കുമ്പം. ഇത് കുക്കറിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമുളക്, ഇതുണ്ട് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ഇത്രയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കണം. ഈ വലിയ ഒരു മുറി തേങ്ങ അരയ്ക്കാനും വറുത്തിടാനും കൂടെയാണ്. എരിശ്ശേരിക്ക് തേങ്ങ വറുത്തിടുന്നതാണ് ഏറ്റവും രുചി. നമുക്ക് ഇതിന് പകുതി തേങ്ങ എടുത്ത് അരയ്ക്കാം. ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പം ഇതിന്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പയറും കപ്ലങ്ങായും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മതി.
ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഇത് വെള്ളം പോലെ ഇരിക്കുന്ന എരിശ്ശേരി അല്ല, ഒത്തിരി ഡ്രൈയും അല്ല, ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം ചേർക്കരുത്. നമുക്ക് അരപ്പൊന്ന് മിക്സ് ചെയ്യാം. ഇനി എരിശ്ശേരി ഒന്ന് തിളയ്ക്കണം. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഈ എരിശ്ശേരി പല പച്ചക്കറികൾ ചേർത്തുണ്ടാക്കാം. ഇതിൽ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇട്ട ഒരു എരിശ്ശേരി ചേനയും മത്തങ്ങായും വൻപയറും കൂടെ ഇട്ട ഒരു എരിശ്ശേരിയുടെ ലിങ്ക് ഇതിനോടൊപ്പം ചേർക്കുന്നതാണ്. അങ്ങനെ പല വെജിറ്റബിൾസ് വെച്ച് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ എടുക്കാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങ വറക്കാനും കൂടി ആയതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. ചുമന്നുള്ളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇത് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടിയിട്ട് വറക്കുന്നുണ്ട്. ചുമന്നുള്ളി ഒത്തിരി ചുമക്കാൻ നോക്കി നിൽക്കണ്ട. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ മൂപ്പാണ് എരിശ്ശേരിയുടെ ഏറ്റവും നല്ല രുചി. ഇത് തേങ്ങ കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് തേങ്ങ ചുമന്നെങ്കിലേ എരിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു. അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇതിനകത്ത് നല്ലവണ്ണം എണ്ണയും വേണം. ഇത് ഏകദേശം മൂപ്പായി വരുന്ന ഇച്ചിരിയും കൂടെ ഒന്ന് ചുമക്കാനുണ്ട്. ഇത് കരിയാതെ തന്നെ എടുക്കണം. തീ വളരെ കുറച്ചിട്ട് തന്നെ സൂക്ഷിച്ച് വറുത്തെടുക്കണം. ഇത് ഇപ്പം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറവ് കറിയിലേക്ക് ചേർക്കാം. കറി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മളൊരു 3 മിനിറ്റോളം മൂടി വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ കപ്പളങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ ഓണത്തിന് അല്പം വ്യത്യസ്ത വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. കൂർക്ക എരിശ്ശേരി 300 ഗ്രാം കൂർക്ക വൃത്തിയാക്കി കഴുകി വാരി വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴാണ് ഞാനിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചത്. അല്ലെങ്കിൽ ഇത് കറുത്ത് പോകുകൊണ്ട് ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം. 125 ml കപ്പിന് 1 കപ്പ് പരിപ്പ്. ഇത് തുവരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാമ്പാർ പരിപ്പ്. ഇത് അരമണിക്കൂർ കഴുകി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നത്. 1.5 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 അല്ലി വെളുത്തുള്ളി, 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിലൊരു 3 എണ്ണം അരയ്ക്കാനുള്ളതും ബാക്കി നമുക്ക് താളിക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഈ കൂർക്കയും പരിപ്പും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. കൂർക്ക പരിപ്പ് ഇത് ഞാൻ 3-4 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് ആ വെള്ളത്തിലിട്ടിരിക്കുന്നത് കൊണ്ട് ആ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്,
പച്ചമുളക് ഒന്ന് നെടുവെ പിളർന്നിടാം. ഇത് സാമാന്യ എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം. ഇത് പരിപ്പ് വെന്ത് വരുമ്പം കുറുകി വരും. അതുകൊണ്ട് ഇത് കഷ്ണങ്ങൾക്ക് മേളിൽ വേണം വെള്ളം കിടക്കാൻ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കണം. കൂർക്കയും പരിപ്പും ഒക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതിൽ നിന്ന് 1 കപ്പ് തേങ്ങ മതി നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ബാക്കി നമുക്ക് വറുത്തിടാനുള്ളതാണ്. ഒരല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഒരു 3 ചുവന്നുള്ളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ ജീരകം കൂടെ അരയ്ക്കുന്നതിന് കൂടെ ഇടണം. ജീരകം ഇതിന് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് ജീരകം ഇടാതെ ഇരിക്കരുത്. ഞാനത് എടുത്തു വെക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഞാനിപ്പോൾ അരയ്ക്കാനുള്ളതിൻ്റെ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഒരല്ലി മതി. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തോന്ന് നോക്കാം. കൂർക്കയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അല്പം ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ജാറൊന്ന് കഴുകി ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിൻ്റെ ഉപ്പ് നോക്കണം. ഈ എരിശ്ശേരി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ട് ഒരല്പം നേരം ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിക്കാം. കാരണം പച്ച തേങ്ങയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പച്ചമണം ഒന്ന് മാറി കിട്ടാനായിട്ട് അല്പം നേരം ഒന്ന് തിളപ്പിക്കാം. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പരിപ്പും കൂടെ ചേർന്നുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് കറിക്ക്. അതുകൊണ്ട് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് 1 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചൊഴിക്കാം. എന്നിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ എരിശ്ശേരിക്ക് അല്പം എണ്ണ നിൽക്കുന്നത് നല്ലതാണ്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം.
ചുവന്നുള്ളി ഒത്തിരി ചുമക്കാൻ നിൽക്കണ്ട, അന്നേരത്തേനും തേങ്ങ ഇടുമ്പോഴത്തേക്ക് ഉള്ളി ഒത്തിരി കറുത്ത് പോകും. അതുകൊണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എരിശ്ശേരിക്ക് ഒരല്പം തേങ്ങ വറുത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചെറുതീയിൽ വെച്ച് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകരുത്, നന്നായിട്ട് തേങ്ങ ചുവന്ന് കിട്ടണം. തേങ്ങ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് മൂപ്പിച്ച തേങ്ങ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പസമയം നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഫ്ലേവർ ആ കറിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇപ്പം നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കൂർക്ക എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല നാടൻ എരിശ്ശേരിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ നാടൻ ചുരയ്ക്ക വൻപയർ എരിശ്ശേരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കാണുക. ഇതൊരു വലിയ ചുരക്ക ആയതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 1/2 കിലോ വരും. ഇനി നമുക്ക് ഇത് തൊലി ചെത്തി ഇതിൻ്റെ അകത്തെ പാടയും കുരുവൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് മാറ്റിക്കളയണം. ഇത് 1/2 കപ്പ് വൻപയർ 8 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത്. എരിശ്ശേരി ആയതുകൊണ്ട് തേങ്ങ കൂടുതൽ വേണം, അരയ്ക്കാനും വേണം, വറുത്തിടാനും വേണം. ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ തേങ്ങയുടെ ഒരു ഭാഗം തേങ്ങ മുഴുവനും ഉണ്ട്. പിന്നെ കുറച്ച് ഏറെ ചുമന്നുള്ളി ഇതിൻ്റെ കറിക്കകത്ത് ഇടാനും കടുക് വറക്കാനും. 2 പച്ചമുളക്, ഇത് നല്ല എരിവുള്ളതാണ്. 1 വെളുത്തുള്ളി, ഇത് വലുതാണ്. 1 ഭാഗം അരയ്ക്കാനും 1 ഭാഗം കടുക് വറക്കാനും. വലുതായതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇത് പുറന്തൊലി എത്തുമ്പോഴത്തേക്ക് ഒത്തിരി കയറ്റി ചെത്തരുത്. ഇതിൻ്റെ പുറന്തൊലി മാത്രം ഇതുപോലെ ഇങ്ങനെ കളഞ്ഞാൽ മതി. ഈ പുറന്തൊലിക്കകത്താണ് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ തൊലി നന്നായിട്ട് ചെത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി ഇത് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് കണ്ട കുരു ഉണ്ട്, അത് എടുത്ത് മാറ്റണം. ഇത് പൊട്ടായതുകൊണ്ട് ഇതിന് അങ്ങനെ മൂത്ത കുരുവൊന്നുമല്ല, എങ്കിലും ഈ കുരും ഈ പാട പോലത്തെ ഒരു ഇതുണ്ട് കണ്ടോ, ഇതുപോലെ ഇരിക്കുന്നത്. ഇതെടുത്ത് കളയണം. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിന് ഒത്തിരി വേവുള്ളതൊന്നുമല്ല. ഈ കുമ്പളങ്ങയുടെ അത്രയും വേവ് പോലും ഇതിനില്ല. ഇതുപോലെ മുറിച്ചെടുക്കാം. ചൊരയ്ക്കാൻ മുഴുവൻ ഇതുപോലെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടെ നമുക്ക് കീറിയിടാം. ഇനി കുറച്ച് ഉള്ളിയും കൂടി ചേർക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളിയെല്ലാം പെറുക്കിയിടുവാണ്, എന്നാൽ പിന്നെ അരിയുണ്ടല്ലോ. ഇത് ഇത്രയും ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിത് കുക്കറിനകത്താണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് വൻപയർ കുതിർത്ത് വെച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ പകുതി മുളക് പൊടി,
ഉപ്പ്, ഒരൽപ്പം കറിവേപ്പില, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഞാൻ ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കുക്കർ അടച്ച് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. എരിശ്ശേരിക്ക് വേകുന്ന സമയത്ത് നമുക്കിതിനൊരു അരപ്പ് ഉണ്ടാക്കി വെക്കാം. അതിന് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി, ഒരു വെളുത്തുള്ളി അല്ലിയുടെ പകുതി, അത് ഒന്ന് മുറിച്ചിടാം. മൂന്ന് ചുവന്നുള്ളി, ചെറിയ ജീരകം, ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ബാക്കി മുളക് പൊടി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം എന്തോന്ന് നോക്കാം. പയറും ചൊരക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അതിനോടൊപ്പം തന്നെ തീ ഓണാക്കാം. ഇപ്പം തന്നെ ചൊരക്കായിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയത് ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പം ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഈ കറി കുറുകി വരും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തിടണം. അതിന് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും ഒരു പകുതി വെളുത്തുള്ളി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 3 വറ്റൽമുളകും. കുറച്ച് കറിവേപ്പില. ചുമന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ചേർക്കാം. ഇനി ഈ തേങ്ങ ഒന്ന് ചുവക്ക വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ തേങ്ങ ഒന്ന് ചുവന്ന് വരണം. അപ്പോൾ ഉള്ളിയുടെ ബാക്കി മൂപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആയിക്കോളും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. തേങ്ങ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി വറുത്ത തേങ്ങ ഇതിലേക്ക് ചേർക്കാം. ഗാർണിഷിന് ഒരല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം അടച്ചു വെച്ചിട്ടൊരു 3 മിനിറ്റ്. ഇനി ഒന്ന് നോക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ ഇത്രയും കുറുകി, ഇനി അത് ഇച്ചിരൂടെ കുറുകി വന്നോളൂ. വൻപയർ ചുരയ്ക്ക എരിശ്ശേരി റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ചേനയും പരിപ്പും ചേർന്നതാണ് അടുത്തത്. ഇത് രുചിയിൽ കേമനാണ് കേട്ടോ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചേന എടുത്ത് ചെത്തി കഴുകി വൃത്തിയാക്കിയത്. ഇതിപ്പോൾ ഒരു 600 ഗ്രാം കാണാം. 3/4 കപ്പ് തുവരപ്പരിപ്പ് 15 മിനിറ്റ് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. 1.5 കപ്പ് തേങ്ങ. ഇത്
അരപ്പിനും വറുത്തിടാനും കൂടിയുള്ളതാണ്. 3 പച്ചമുളക്, 8 ചുവന്നുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, വെള്ളം, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ ചേനയൊന്ന് വേവിച്ചെടുക്കാം. അതിനെ കുക്കറിലേക്ക് മാറ്റാം. കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഇത് ഞാൻ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, കടലപ്പരിപ്പായാലും മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം നമുക്ക് അരപ്പിന് വെച്ചേക്കാം. പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേൾക്കണം. ഇനി നമുക്ക് ചേന വേകുന്ന നേരത്തെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരക്കണം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടതാണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ പരിപ്പും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഈ അരപ്പിട്ടത് കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പോരായിരുന്നു, ഞാൻ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കും. വെള്ളം കുറവാണ്, നന്നായിട്ട് ഇത് വെന്തിട്ടുമുണ്ട്. നമ്മുടെ ഈ എരിശ്ശേരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് തേങ്ങയും കൂടെ വറക്കാനുള്ളതാണ് ഇതിൻ്റെ അകത്ത് തന്നെ. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. പച്ചമുളകും ചേർക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരണം.
ഇത് മൂത്ത് വരുന്ന ചെറു തീയിലിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിനൊരു ടേസ്റ്റും ഉണ്ടാകുകയില്ല. നമ്മൾ ഈ വറുത്തതിനാണ് എരിശ്ശേരിയുടെ, തേങ്ങ വറുക്കുന്നതിലാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തേങ്ങ തീ കുറച്ചിട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്തിടണം. അപ്പം ഇത് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എരിശ്ശേരിയിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചതിന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് ചേന എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന മത്തങ്ങ വൻപയർ എരിശ്ശേരി നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിന് ഞാനൊരു 750 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലി ചെത്തി അകത്തെ കുരുവും പാടയെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുക്കണം. 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അത് 8 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്നത്. 2 കപ്പ് ചിരവിയ തേങ്ങ, 3 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 7 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കറിജീരകം, 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. മത്തങ്ങ കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തുടയുന്നതാണല്ലോ, അതുകൊണ്ട് ഒത്തിരി ചെറുതാക്കുകയൊന്നും വേണ്ട. വെളുത്തുള്ളി കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും കീറി വെച്ചു. ചുവന്നുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തങ്ങയും വൻപയറും എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനൊരു കുക്കറിലേക്ക് മാറ്റാം. വൻപയർ, ഒരു 2 ചുവന്നുള്ളി, ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, വെള്ളം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 3 വിസിൽ, 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. മത്തങ്ങ വേകുന്ന സമയത്തിന് നമുക്ക് ഒരു അരപ്പുണ്ടാക്കി വെക്കാം. അതിന് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതി, ഒരു 3 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, ചെറിയ ജീരകം, കുരുമുളക് പൊടിയുടെ പകുതി, ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടിയുടെ പകുതി, മുളക് പൊടിയുടെയും പകുതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം. കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. 3 വിസിൽ കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ? എല്ലാം നല്ല ഉടഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി ഉടയ്ക്കേണ്ട ആവശ്യമില്ല, തന്നെ ഉടഞ്ഞോളൂ. ഇത് അത്രയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതിലേക്ക് ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ചേർക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഇത് ഒത്തിരി ചാറ് കറി അല്ലല്ലോ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഇതിന് അല്പം ഉപ്പ് കൂടെ ചേർക്കണം. മിക്സ് ചെയ്യാം. പച്ചത്തേങ്ങ അരച്ച് ചേർത്തതല്ലേ, നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇത് ഒത്തിരി വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് തെറിക്കും. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നുകൊണ്ടാണ് ശരിക്കും തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്നത്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തിടാം. എരിശ്ശേരിക്ക് ഏറ്റവും പ്രധാനമാണല്ലോ തേങ്ങ വറുത്ത് ചേർക്കുക എന്നുള്ളത്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചമുളക് ഞാൻ വേവിച്ചപ്പോൾ ഇട്ടില്ല, ഇപ്പം വറുത്ത് ചേർക്കാനാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി മുളക് പൊടി ഇട്ടത് കൊണ്ടാണ് പച്ചമുളക് ചേർക്കാതിരുന്നത്. പച്ചമുളക്, ചുമന്നുള്ളി, കുറച്ച് ചുമന്നുള്ളി കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്ന മുളക്. ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചുവന്ന് വരണം, ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നാൽ മതി. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഈ തേങ്ങ ചുവക്കെ വറുത്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തേങ്ങ ഒരു 1/4 ഭാഗം മൂപ്പായിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഈ ഉള്ളി അധികം മൂത്ത് പോകണ്ട, അതുകൊണ്ടാണ് അവസാനം ചേർക്കുന്നത്. ഇത് എരിശ്ശേരി എടുക്കുമ്പോഴത്തേക്കും അത് ഉള്ളി കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ ഏകദേശം മൂപ്പായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഈ ഓഫ് ചെയ്ത് ഈ ചൂടിൽ കിടന്നൊന്ന് മൂത്താൽ മതി. ഇപ്പം മുളക് പൊടി എല്ലാം മൂത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് എരിശ്ശേരിയിലേക്ക് ചേർക്കാം. ഗാർണിഷിന് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെക്കാം. ഇപ്പം ഇളക്കണ്ട, മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം മൂടി വെച്ചതാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായി. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ ഓണത്തിന് നിങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇതേ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും.